നമ്മൾ വീണ്ടും ഒരു സിനിമാ കാര്യമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മാർക്കോ സിനിമയുടെ ഒരു റിവ്യൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു. അപ്പോൾ കൊടുത്തതിന് നല്ലൊരു പ്രതികരണമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതിനാദ്യമേ ഒരു നന്ദി പറയട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ കൂടെ പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അതായത് എനിക്ക് ആക്ഷൻ സീനുകൾ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മുടെ മാർക്കോ സിനിമയെ പറ്റിയാണ്. മാർക്കോ സിനിമ ഹിന്ദിയിൽ തരംഗമാവുകയാണ്. നോർത്തിൻ്റെ ഹൃദയങ്ങളെ കീഴടക്കി ഹിന്ദി മേഖലയിൽ നമ്മുടെ മാർക്കോ സിനിമ മുന്നേറുകയാണ്. ഹിന്ദിക്കാർ അധികം പറഞ്ഞിരുന്നത് അവർക്ക് വലിയ സ്ഥലങ്ങളൊന്നും പോയി, അതായത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊന്നും മാർക്കോയുടെ റിലീസിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകളൊക്കെ പോയാണ്, അതായത് 1-2 മണിക്കൂറുകൾ കഴിഞ്ഞ് മറ്റ് ദൂര സ്ഥലങ്ങളിൽ പോയാണ് അവർ സിനിമ കണ്ടിരുന്നത് എന്നാണ്. പക്ഷേ അതിനിടയ്ക്കാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഹിന്ദിയിൽ വളരെയൊന്നും വലിയ പബ്ലിസിറ്റി കൊടുക്കാതിരുന്ന മാർക്കോ പക്ഷേ പതുക്കെ ബേബി ജോൺ സിനിമയുടെ വരെ സ്ക്രീൻ കരസ്ഥമാക്കുകയായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 150 സ്ക്രീനുകളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് ബേബി ജോൺ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും അത് പിൻവലിച്ചിട്ട് ഇപ്പോൾ മാർക്കോയാണ് ഓടുന്നത്. എന്തൊരു മാറ്റമാണല്ലേ! നമ്മൾക്കിത് വിശ്വസിക്കാൻ കഴിയുമോ? യെസ്, ഒരു സിനിമയും മോശമാവുന്നത് നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു സിനിമയും പുറമോട്ട് പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ മലയാള സിനിമ അത് മുന്നിലേക്ക് കയറി വന്നിരിക്കുന്നു. ശരിക്കും ഹിന്ദി ഭാഗത്തു നിന്നാണ്, നോർത്ത് ഭാഗത്തു നിന്നാണ് മാർക്കോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സപ്പോർട്ട് കിട്ടുന്നത്. सुनो दोस्तों, खबर ऐसे आ रहा है कि मार्को का हिंदी वर्जन बेबी जॉन के शोज को रिप्लेस कर रहा है थिएटर्स में. जिस चीज के लिए बंदा थिएटर में जाता है पैसा वसूल है. बेबी जॉन, वनवास और मुफासा देखने के बाद अगर आपको लग रहा है कि आपके सारे पैसे फिजूल हो चुके हैं तो ये मूवी एक बार जरूर देख लो. अभी तक फिल्म इंडस्ट्री में अभी तक इतना एक्शन किसी ने नहीं बताया. क्योंकि ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലയാള സിനിമയെപ്പറ്റി പൊതുവെയുള്ള ധാരണ കുടുംബ ബന്ധങ്ങൾക്കും അതുപോലെ കഥകൾക്കുമൊക്കെ പരിഗണന നൽകുന്ന ഒരു സിനിമാ മേഖലയായിരുന്നു എന്നാണ്. നല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിലും അതിനൊന്നും വലിയ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല. നമുക്കറിയാം, ഇതര ഭാഷാ സിനിമകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവയെ എത്ര ആക്ഷൻ ത്രില്ലറുകളെയൊക്കെ നമ്മുടെ KGF പോലുള്ള വലിയ വലിയ പടങ്ങളെയൊക്കെ എന്തുമാത്രമാണ് മലയാളികൾ കൊണ്ടാടുന്നത്. എന്തിന് അവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ കട്ടൗട്ടുകൾ വെച്ചിട്ട് നമ്മളതിൽ പാലാഭിഷേകം വരെ നടത്തും. അത്ര വലിയ ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയിലെ എത്ര കഥാപാത്രങ്ങൾ അങ്ങനെ മറ്റുള്ളത് ഹിറ്റായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നില്ല ഉണ്ട് എന്നത്. കാരണം അത്ര ആക്ഷൻ പടങ്ങൾക്ക് മറ്റുള്ളവർ വലിയ പ്രോത്സാഹനം നൽകുമ്പോൾ മലയാളത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതായത് നമ്മൾ അവയെ ആസ്വദിക്കാൻ വേണ്ടി അന്യഭാഷാ ചിത്രങ്ങളെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കോ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ ചില പടങ്ങൾക്കൊക്കെ അല്പമൊക്കെ ഒരു പ്രേക്ഷക കുറവ് സംഭവിച്ചോ എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മളെക്കാളേറെ ഇപ്പോൾ പേടിക്കുന്നത്, ഇല്ലെങ്കിൽ കൗതുകത്തോടെ നോക്കുന്നത് മറ്റു ഭാഷാ ഇൻഡസ്ട്രികളാണ്. വലിയ മുതൽ മുടക്കിൽ എത്തിയ സിനിമകൾ പോലും മാർക്കോയുടെ മുന്നിൽ തകർന്നടിയുന്നത് കാണുന്ന ഒരവസ്ഥ ഒരുപക്ഷെ അവർ ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല. മലയാളത്തിലെ മോസ്റ്റ് വയലൻ്റ് ചിത്രമെന്നിറങ്ങിയ മാർക്കോ പക്ഷേ ഇപ്പോൾ കളി മാറി ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലൻ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദിക്കാരൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ചിലപ്പോഴൊക്കെ അത് മറ്റ് സിനിമകളുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട്. ശരിക്കും താരതമ്യത്തിൻ്റെ ഒന്നും കാര്യമില്ല. എല്ലാ സിനിമകളും മെച്ചപ്പെട്ടതൊക്കെ തന്നെയാണ്. ഓരോ സിനിമയ്ക്കും ഓരോ ബാക്ക്ഗ്രൗണ്ടാണ്, ഓരോ സ്റ്റോറിയാണ്, ഓരോ സാഹചര്യങ്ങളാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഒരു മേഖലയിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു പൊളപ്പം പടം, നമ്മുടെ ഒരു കിടുക്കാച്ചി പടം നോർത്തിലൊക്കെ കിടന്ന് തകർത്ത് വാരുകയാണ്. വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു കാര്യം. മാത്രമല്ല വെറും 30 കോടി മാത്രമുള്ള ഒരു സിനിമയും കൂടിയാണ്. പക്ഷേ അതിൻ്റെ മേക്കിംഗ് ഹോളിവുഡ് ലെവലാണെന്ന് എല്ലാവരും പറയുന്നു. നമ്മുടെ മലയാള സിനിമ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. മറ്റ് ഇൻഡസ്ട്രികളോട് കിടപിടിക്കുന്ന തരത്തിൽ മുന്നോട്ട് തന്നെ പോകട്ടെ. ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ കണ്ടൻറ്റുകൾ ചെയ്യട്ടെ. യെസ്, നമുക്ക് വീണ്ടും കാണാം.